യാ റബ്ബി ഇൻ അദമത് ദുനൂബി കസറതൻ ഫലഖദ് അലിംതു ബിഅന്ന അഫ്വക അഅ്ദമു ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിൻ ഫബിമൻ യലൂദു വയസ്തജീറു المذنب ما لي إليك وسيلة إلا الرجاء وجميل عفوك ثم إني مسلم. ഇനി ഒരു ഹദീസ് قال رسول الله صلى الله عليه وسلم മുത്തനബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഇമാമുന തുർമുദി തങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ആധുനികനായ ഹദീസ് പണ്ഡിതൻ പോലും നാസിറുദ്ദീൻ അൽബാനി പോലും സ്വഹീഹാണെന്ന് പറഞ്ഞ വളരെ പ്രബലമായ ഹദീസ് അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഹബീബായ തങ്ങളിൽ നിന്നുണ്ടായ അനുഭവം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്. മൻ യഖുദു മിൻ ഉമ്മതി ഖംസ ഖിസ്വാലിൻ ഫയഅമലു ബിഹിന്ന ഔ യുഅല്ലിമുഹുന്ന മൻ യഅമലു ബിഹിന്ന. നബി തങ്ങൾ ചോദിച്ചു, എന്റെ സമൂഹത്തിൽ 5 നന്മകൾ ആർക്കാണ് ചെയ്യാൻ കഴിയുക? 5 നന്മകൾ. ഔ യുഅല്ലിമുഹുന്ന മൻ യഅമലു ബിഹിന്ന, ആ 5 ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് ആരാണിതെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. 5 കാര്യങ്ങളുണ്ട്. നിങ്ങളത് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിനാരാണ് തയ്യാറുള്ളത്? ഞാൻ പഠിപ്പിച്ചു തരാം. ആര് റെഡിയുണ്ട് പഠിച്ചെടുക്കാൻ? അത് ചെയ്യാൻ ആര് റെഡിയുണ്ട് എന്ന് തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഖുൽതു, ഞാൻ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, അന യാ റസൂലല്ലാഹ്, മുത്തുനബിയെ, ആ 5 കാര്യം ചെയ്യാനും ചെയ്യിപ്പിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഞാൻ തയ്യാറാണ് നബിയെ, എനിക്ക് പറഞ്ഞു തന്നാൽ മതി. എന്റെ കൈ പിടിച്ചു നബി തങ്ങൾ. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് നബി തങ്ങൾ ഓരോന്ന് എണ്ണി എന്നെ പഠിപ്പിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദൻ നാസ്. ഇത്തഖിൽ മഹാരിമ, ഹറാമുകൾ ചെയ്തു പോലെ അല്ലാഹു ഹറാമാണെന്ന് പറഞ്ഞത് ചെയ്യരുതേ. തകുൻ അഅബദൻ നാസ്, ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നാൽ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ആളെന്ന പദവി നിങ്ങൾക്ക് അല്ലാഹു നൽകും. ഹറാമുകൾ ചെയ്യാതിരുന്നാൽ, ഫർള് നിർവഹിക്കുന്നു, ഹറാമുകളൊന്നും ചെയ്യുന്നില്ല, കണ്ണിനെ നിയന്ത്രിക്കുന്നു, കാതിനെ നിയന്ത്രിക്കുന്നു, നാവിനെ നിയന്ത്രിക്കുന്നു, മനസ്സിനെ നിയന്ത്രിക്കുന്നു, ഹറാമുകൾ ചെയ്യാതിരുന്നാൽ തകുൻ അഅബദൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും അല്ലാഹു ഇബാദത്ത് ചെയ്യുന്ന ആബിദ നിങ്ങളായിരിക്കും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ഹറാമ് സൂക്ഷിക്കാൻ എന്തൊരു റാഹത്തായിരിക്കുന്ന മനസ്സിന്. ഹറാമുകൾ ചെയ്യാതിരുന്നാൽ കൽബിന് കിട്ടുന്നൊരു ആനന്ദം, അത് അനുഭവിച്ചറിഞ്ഞ വേണം. അതൊരു വല്ലാത്ത രസമാണ്. തള്ളുടിക്കുന്നവർക്ക് ആ രസം അറിഞ്ഞില്ലേ? നിങ്ങൾ നിർത്തി, ഇനി ഇതിന്റെ രസം എന്നറിയും. കുടിക്കാതിരുന്നാൽ രസമുണ്ടല്ലോ, അതൊന്നും അറിഞ്ഞു നോക്കി. അതറിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിടൂല. അങ്ങനെയാണ്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാന്ന് കള്ളം കയറി തപ്പി നോക്കിയിട്ട് ഒന്നും വീട്ടിൽ കിട്ടണില്ല. രാത്രി പാതിരാ നിസ്കാരത്തിലാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തഹജ്ജുദ് നിസ്കരിക്കാൻ. അന്നൊന്നും ലോക്കില്ല. ഇന്നൊക്കെ എന്ത് നല്ല ഉറപ്പുള്ള ഡോറുകളാണ്. പിന്നിലെ ഇരുമ്പിന്റെ പട്ടയും ക്രോസായിട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെയാ നമ്മൾ ഉറപ്പിച്ചു വെക്കുന്ന ഡോറുകൾ. എന്നിട്ട് അതിനുള്ളിൽ കടന്നുറങ്ങാൻ പേടിയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഉള്ളിൽ കടന്നുറങ്ങാൻ പേടി. ജനല് തുറന്ന ആരെങ്കിലും തോണ്ടി വിളിച്ചുകൊണ്ടോ, ചൂടാണെങ്കിൽ ചൂട്, വെന്ത് തീർന്നാലും ശരി ജനല് തുറക്കണ്ട മക്കളെ, കള്ളന്മാര് വരുന്നു. ഇങ്ങനെ അടച്ചുറപ്പുള്ള വിട്ട് കിടന്നുറങ്ങാൻ പേടി. നമ്മളൊക്കെ പിന്നെ എവിടെ കൊണ്ട് പ്രാർത്ഥിക്കാം, എവിടെ നോക്കുന്നു കിടന്നുറങ്ങാൻ വെച്ചാൽ. അപ്പൊ അന്ന് ഡോറുകൾക്ക് ലോക്ക് എന്ന് പറഞ്ഞ സാധനമില്ല. അബ്ദുല്ലാഹി മുബാറക് തങ്ങളെ രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോഴാണ് കള്ളൻ കയറി. കള്ളൻ കൂളായിട്ട് വന്നിട്ട് അലമാരൊക്കെ തപ്പി നോക്കുക. കള്ളൻ ഉറപ്പാണ് ഈ മഹാനവറുകൾ. വീടറിയാൻ കാര്യപ്പെട്ട ഉസ്താദിന്റെ വീടാണ്. അദ്ദേഹം നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കൂല എന്നറിയാം. തക്ബീർ കിട്ടിയ പിന്നെ തീരാൻ സമയം എടുക്കുമല്ലോ, അതുകൊണ്ട് കൂളായിട്ട് തപ്പി നടക്കുക. അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ ഉറപ്പിച്ച് എന്തായാലും അവനൊന്നും കിട്ടാൻ പോകുന്നില്ല. സലാം വീട്ടിയപ്പോഴും കള്ളൻ ഇങ്ങനെ തെരന്നെയാണ്. സലാം വീട്ടി പറഞ്ഞിട്ടില്ല. എന്തേന്ന് ചോദിച്ചു. പേടിച്ചു ഓടല്ല അവിടെ നിൽക്കണം. അവിടെ ഇരിക്കുന്നു. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല വല്ലാഹി. വല്ലാഹി എന്ന് പറഞ്ഞ ഒരു മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞതിനെതിരെ ചെയ്യൂലാണ്. അവിടെ ഇരുന്നു.
പിന്നെ ഒന്നും കിട്ടാതെ പോകുമ്പോ എനിക്കൊരു സന്താപമുണ്ട്, എനിക്കൊരു സങ്കടമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും നിനക്ക് തരട്ടെ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പോയിട്ടൊന്ന് ഒതുകൊടുക്കാൻ വെള്ളം ഒന്ന് ഒതുകൊടുത്തിട്ട് വാങ്ങും. കള്ളൻ ആദ്യമായിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഒതുകൊടുത്ത് വന്നു. ഇങ്ങോട്ടാണ് കിബില, നീ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. കള്ളൻ 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല ഞാനൊരു 2 റക്അത്തും കൂടെ എക്സ്ട്രാ നിസ്കരിച്ചോട്ടെ? ആ നിസ്കരിച്ചു. 2 റക്അത്തും കൂടെ, ഒരു 2 റക്അത്തും കൂടെ നിസ്കരിച്ചു. സുബഹി വരെ നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇമാം ഇതിന്റെ രസം അറിഞ്ഞപ്പോ എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. കള്ളൻ മോഷ്ടിക്കാൻ വന്നു, കള്ളനെ ഇമാം അവറുകൾ മോഷ്ടിച്ചു എന്നാ ചരിത്രം ഈ സംഭവത്തിന് ടൈറ്റിൽ കൊടുത്തത്. കള്ളനെ മോഷ്ടിച്ചു അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അവനെ നന്നാക്കി വിട്ടു. എന്നിട്ട് പിന്നെ അവന്റെ കൂടെയുള്ള ജൂനിയർ കള്ളന്മാരെടുത്ത് പോയിട്ട് പറയാണ്, പൊന്നാര കള്ളന്മാരെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ചെയ്യുന്നതിനേക്കാളൊക്കെ രസമുള്ളൊരു പണി ഞാൻ കണ്ടുപിടിച്ചു, ഇനി ഞാൻ ഈ പണിക്കില്ല. അങ്ങനെ ഫകാന ആബിദ, നല്ലൊരു ആബിദായി മാറി ആ കള്ളനെന്ന് മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഓരോന്നിനൊരു രസമുണ്ട്. തകുൻ അഅബദന്നാസ് ഇത്തഖിൽ മഹാരിമ, ഹറാമുകളൊക്കെ ഒന്ന് നിർത്തിവെച്ചു നോക്കൂ. തകുൻ അഅബദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഇബാദത്ത് ചെയ്യുന്ന ആള് നിങ്ങളായിട്ട് മാറാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വർള ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു നിങ്ങൾക്ക് എത്രയാണോ ഓഹരി വെച്ചു തന്നത് അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം. മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാ. അല്ലാഹു തന്നതുകൊണ്ട് പൊരുത്തപ്പെടാ. അത് സാധാരണക്കാരും ഉസ്താദുമാരും അതിന് പോണവരും പോകാത്തവരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. വർള ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു എന്താണോ വീതിച്ചു തന്നത്, അൽഹംദുലില്ലാഹി യാ റബ്ബ്, അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, എനിക്ക് പൊരുത്തമാണ്. കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ അത്ര വേണ്ടിയിരുന്നു, അങ്ങനെയൊന്നുമല്ല. അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ തകുൻ അഗ്നന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ മുതലാളി നിങ്ങളാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുതലാളിയാവാനല്ലേ എല്ലാവരും നടക്കുന്നത്. അപ്പോ ഗൾഫിലേക്കോ അല്ലാത്ത സ്ഥലത്തേക്കൊക്കെ പോകുന്ന എന്തിനാ? മുതലാളിയാവണമെന്ന് വിചാരിച്ചു പോവാണ്. ഇവിടെ നിന്നിട്ട് തന്നെ മുതലായാവാൻ പറ്റും, മുറ്റത്ത് നിന്നാൽ തന്നെ മുതലാളിയാവാം. എന്തു വേണം? ആണേ പെണ്ണെ, അള്ളാഹു നിങ്ങൾക്ക് എന്താണോ ഓഹരി വെച്ചു തന്നിട്ടുള്ളത്, അള്ളാഹു എന്ത് തന്നുവോ, അള്ളാഹു തന്ന ഭംഗിയും അള്ളാഹു തന്ന സൗകര്യങ്ങളും അള്ളാഹു തന്ന ജീവിതവും അള്ളാഹു തന്ന ഇണയും അള്ളാഹു തന്ന മക്കളും അള്ളാഹു തന്ന ഉമ്മയും അപ്പയും എനിക്ക് പൊരുത്തമാണല്ലോ. അള്ളാഹു തന്ന ജോലി, അള്ളാഹു തന്ന കച്ചവടം എത്രയാണോ കിട്ടുന്നത് അതുകൊണ്ട് തൃപ്തിപ്പെടുകയാണെങ്കിൽ തകുൻ അഗ്നന്നാസ്, നിങ്ങൾ ജനങ്ങളിൽ ഏറ്റവും വലിയ മുതലാളിയാകുമെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കാര്യം പറഞ്ഞുതരാന്നാ പറഞ്ഞത്? 5 എണ്ണം. അതിൽ എത്രണ്ണായി? 3. വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ, വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ. നിങ്ങളുടെ അയൽവാസിയോട് നിങ്ങൾ നന്മ ചെയ്യണമേ, അയൽവാസിയോട് നല്ലത് ചെയ്യണമേ. അയൽവാസിയോട് നന്മ ചെയ്താൽ നിങ്ങൾ ഒരു മുഅ്മിനായി മാറും. അതിനർത്ഥം എന്താ? അയൽവാസിയോട് നന്മ ചെയ്തിട്ടില്ലെങ്കിൽ ഈമാൻ വരെ അള്ളാഹു തരുന്നില്ല. അയൽവാസി എന്ന് പറഞ്ഞാൽ കാഫിറെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ല. ആരാണോ അയൽപക്കത്ത് താമസിക്കുന്നത് അവരോടൊക്കെ നന്മ ചെയ്യണം. വഅഹ്സിൻ ഇലാ ജാരിക, നിങ്ങളുടെ അയൽവാസിയോട് നന്മ ചെയ്യണമേ. തകുൻ മുഅ്മിന, എന്നാൽ നിങ്ങൾക്ക് മുഅ്മിനായി മാറാം. വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. 4-ാമത്തേത് വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, നിങ്ങൾ സ്വന്തം ശരീരത്തിന് എന്താണോ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്തോ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്ത് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? നമ്മൾ ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക. എന്നെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അതെന്റെ കൂട്ടുകാരനായിക്കോട്ടെ, എനിക്കാവണ്ട, അവനെടുത്തോട്ടെ, എനിക്ക് വേണ്ട. നമ്മൾ ബസ്സിൽ പോവാണ്, അവിടെ ഇരിക്കാൻ ആഗ്രഹമുണ്ട്, ഇപ്പോഴവരാ നിൽക്കുന്നത്, എനിക്കിരിക്കാൻ ആഗ്രഹമുണ്ടല്ലോ, അതെന്റെ സഹോദരനായിക്കോട്ടെ, നിങ്ങളിരുന്നോളൂ, ഞാൻ എണീച്ചെന്നോളാം, കുഴപ്പമില്ല. ഉദാഹരണം പറയാം.
വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തകുൻ മുസ്ലിമാ, നിങ്ങൾക്ക് മുസ്ലിമാവാൻ കഴിയും. അവനാണ് മുസ്ലിം. സുബ്ഹാനല്ലാഹ്. മുസ്ലിം ആവണമെങ്കിൽ തനിക്കിഷ്ടമുള്ളത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം. വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക, താൻ എന്തിഷ്ടപ്പെടുന്നോ അതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക. നല്ല കാറ്റുള്ള ഫാനിന്റെ ചൂട് പോയിരിക്കാനാണ് പള്ളിയിൽ ചെല്ലുമ്പോൾ നമുക്ക് ആഗ്രഹം. അപ്പൊ ഇപ്പുറത്തെ ചൂടത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്, അവൻ ഇരുന്നോട്ടെ, ഞാൻ കുറച്ച് ചൂടത്താലും കുഴപ്പമില്ല. ഉദാഹരണം ഈ ചൂടത്ത് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ, അതൊരു ഉദാഹരണം. എന്നാൽ നീ മുസ്ലിമാവും. സുബ്ഹാനല്ലാഹ്. അയൽവാസിക്ക് നന്മ ചെയ്താൽ നീ മുഅ്മിനാവും. മുസ്ലിമാവാൻ വലിയ പ്രയാസമില്ല എന്നാണ്. പക്ഷെ മുഅ്മിനീങ്ങൾക്കാണ് സ്വർഗം അല്ലാഹു ഉറപ്പ് പറഞ്ഞത്. മുഅ്മിനീങ്ങൾക്കാണ് സ്വർഗം. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അയൽവാസിയോട് നന്മ ചെയ്യണം. 4 എണ്ണമായി നബി തങ്ങൾ അവസാനത്തെ 5-ാമത്തേത് പറഞ്ഞു, വലാ തുക്സിറുൽ ളഹിക, ഒരുപാട് ചിരിക്കരുത്, ചിരി വർദ്ധിപ്പിക്കരുത്, പൊട്ടിച്ചിരി. വലാ തുക്സിറുൽ ളഹിക, പുഞ്ചിരിയെ കുറിച്ചല്ല, പുഞ്ചിരിക്കുന്ന സുന്നത്താണ്, ഉറക്കെ ചിരിക്കുക, ശബ്ദിച്ചുകൊണ്ട് ചിരിക്കുക. വലാ തുക്സിറുൽ ളഹിക, നിങ്ങൾ ചിരി വർദ്ധിപ്പിക്കരുത്. ഫഇന്ന കസറത്തുൽ ളഹികി തുമീതുൽ ഖൽബ, കൂടുതൽ ചിരിക്കുന്നത് ഹൃദയത്തെ മരിപ്പിച്ചു കളയും, കൊന്നുകളയും, ഹൃദയം മരിച്ചുപോകും ഒരുപാട് ചിരിച്ചാലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യം പറഞ്ഞു. ഇത് നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം. ആരാണ് റെഡിയുള്ളത് എന്നാ ചോദിച്ചത്. ഈ 5 എണ്ണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദൻ നാസ്, ഹറാമുകൾ സൂക്ഷിക്കണമേ, ഹറാമുകളിലേക്ക് പോവാതെ ശരീരം സൂക്ഷിക്കണമേ, നിങ്ങളായിരിക്കും ജനങ്ങളിൽ ഏറ്റവും ഇബാദത്ത് ചെയ്യുന്ന ആൾ. ഹറാമുകൾ സൂക്ഷിക്കുക. പിന്നെ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വറള ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു നിങ്ങൾക്ക് എന്താണോ ദുനിയാവിൽ തന്നതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെടുക, നിങ്ങളായിരിക്കും ഏറ്റവും നല്ല മുതലാളി. പിന്നെ ഹബീബ് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅഹ്സിൻ ഇലാ ജാരിക, അയൽവാസിയോട് നന്മ ചെയ്യണമേ, തകുൻ മുഅ്മിന, നിങ്ങൾ മുഅ്മിനായിട്ട് മാറും. പിന്നെ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക, നിങ്ങൾക്ക് മുസ്ലിമാവാൻ കഴിയും. വലാ തുക്സിറുൽ ളഹിക, ചിരി വർദ്ധിപ്പിക്കരുതേ, ഒരുപാട് ചിരിച്ചാൽ ഹൃദയം മരിച്ചുപോകും. ഫഇന്ന കസറത്തുൽ ളഹികി തുമീതുൽ ഖൽബ, ഒരുപാട് ചിരിക്കുന്നത് ഹൃദയത്തെ മരിപ്പിച്ചു കളയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി തങ്ങൾ ആരാണിത് ഏറ്റെടുക്കാനുള്ളതെന്ന് വിളിച്ചു ചോദിച്ചു കൊടുത്തതാ പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.